കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. എല്ലാ ആൾക്കാരിൽ നിന്നും ഉള്ള ഒരു ചോദ്യമാണ്, ഉത്തമമായിട്ട് ചേരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? സാമാന്യേന 27 നക്ഷത്രങ്ങളിൽ രണ്ട് നാളുകൾ തമ്മിൽ യോജിപ്പിച്ചാൽ ഏത് നക്ഷത്രങ്ങളൊക്കെയാണ് ഉത്തമമായിട്ട് ചേരുന്നതെന്നാണ് നമ്മൾ ഇനിയൊന്ന് നോക്കുന്നത്. കാര്യം നമുക്ക് 10 പൊരുത്തമാണ്. രാശിപ്പൊരുത്തഞ്ച്, ദിനപ്പൊരുത്തവും ദിനാഖ്യവും മധ്യമ രജ്ജുദോഷം, അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രമാണാവസ്ഥ. അതിൽ രാശ്യാധിപ, വശ്യ, മഹേന്ദ്ര, ഗണ, യോനി, ദിനം, സ്ത്രീദീർഘം, രജ്ജു, വേദം, അങ്ങനെ പ്രാധാന്യമർഹിക്കുന്ന 10 പൊരുത്തങ്ങളാണ് നമ്മൾ സ്വാഭാവികമായിട്ട് സാധാരണയായിട്ടും നക്ഷത്ര പൊരുത്ത ശോധനയിൽ നമ്മൾ ശ്രദ്ധിക്കാറ്, എല്ലാ ജ്യോത്സ്യന്മാരും ശ്രദ്ധിക്കാറ് പതിവുള്ളത്. അതിൽ പൊരുത്തമുണ്ടെങ്കിൽ മാത്രമാണ്, അതിൽ പൊരുത്തം എന്ന് പറഞ്ഞാൽ 5ഓ അതിലധികമോ പൊരുത്തം വരുന്നതായിട്ടുള്ള നക്ഷത്രങ്ങൾ തമ്മിലാണ് പിന്നീട് നമ്മളത് ഗ്രഹനില തമ്മിൽ ലഗ്നാലും ചന്ദ്രാലും ശുക്രാലും ധനേ വേജപാതാളേ ജാമിത്ര എന്നുവെച്ചാൽ ആ പ്രമാണപ്രകാരം ലഗ്നത്തിലും 2ാം ഭാവത്തിലും 4ാം ഭാവത്തിലും 7ാം ഭാവത്തിലും 8ാം ഭാവത്തിലും നീചഗ്രഹങ്ങളുണ്ടോ, പുരുഷ ജാതകാലുള്ള തത്തുല്യ ബലയുക്തമായിട്ടുള്ള അല്ലെ സ്ത്രീ ജാതകാലുള്ള തത്തുല്യ ബലയുക്തമായിട്ടുള്ള ഗ്രഹങ്ങൾ പുരുഷ ജാതകാലും സ്ത്രീ ജാതകാലും ഒരുപോലെ വരുമ്പോഴാണ് പാപസാമ്യത നോക്കി നമ്മളൊരു വിവാഹം നടത്തുന്നത്. പക്ഷെങ്കിൽ സാധാരണ എല്ലാവരും ഓടി വന്നിട്ട് പറയാറുള്ളതെന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രങ്ങൾ നമ്മൾ ചേരും, ഒന്ന് ഓടിച്ചു നോക്കിക്കേ. ഓടിച്ചു നോക്കാൻ നമുക്ക് പറ്റത്തില്ല. ഓടിച്ചു നോക്കിയാൽ അത് പ്രയോജനാവശ്യവും ഉണ്ടായിട്ടുള്ളൊരു അവസ്ഥയല്ല. കാരണം അതപ്പോൾ നമ്മൾ വിശദമായിട്ട് ചിന്തിച്ച് എങ്കിൽ തന്നെയും നമ്മളൊരു ആവറേജ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നക്ഷത്ര പൊരുത്തത്തിലാണ്. ആ നക്ഷത്രം 10 പൊരുത്തങ്ങളിൽ ഏതൊക്കെയുണ്ടെന്ന് നോക്കുന്ന അതിലേറ്റവും സാമാന്യേന നമുക്ക് ഉത്തമമായിട്ട് വരുന്ന നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് നമ്മളിപ്പോൾ ആദ്യം എടുക്കുന്നതെങ്കിൽ, അനിഴ നക്ഷത്രം സാമാന്യേന ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രമാണ് അശ്വതിക്ക്. ഏറ്റവും കൂടുതൽ പൊരുത്തം സാമാന്യേന കിട്ടുന്നതാണ്. മറ്റു ദോഷങ്ങളൊന്നുമില്ല, ഗണപ്പൊരുത്തങ്ങളുണ്ട്, മധ്യമരജ്ജു ദോഷമില്ല. ഇങ്ങനെയൊക്കെയുള്ള അനിഴ നക്ഷത്രം എന്ന് പറഞ്ഞാൽ തന്നെ മധ്യമരജ്ജു ദോഷത്തിൽ പെടുന്ന 9 നക്ഷത്രങ്ങളിലെ ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രം അപ്പോൾ സാമാന്യേന ചേരുന്ന ഒരു നക്ഷത്രമാണ് അനിഴ നക്ഷത്രം. സ്ത്രീയുടെ നക്ഷത്രം അശ്വതിയും പുരുഷൻ്റെ നക്ഷത്രം അനിഴമായിട്ട് വരുമ്പോഴാണ് ഏകദേശം അത് സാമാന്യേന ചേർച്ചാവസ്ഥയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ നമ്മൾ ഗ്രഹനില നോക്കി വേണം നമ്മൾ വീണ്ടും അതിൻ്റെ പൊരുത്ത ശോധന കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം വേണം ആ വിവാഹം നടത്തിയെടുക്കാൻ. അതുപോലെ തന്നെ ഭരണി നക്ഷത്രത്തിന് സാമാന്യേന ഉത്തമമായിട്ട് വരുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം. നക്ഷത്ര പൊരുത്താൽ മറ്റു ദോഷങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കുറവുള്ളതും, എന്നാൽ ഗ്രഹനില പരിശോധിച്ച് പാപസാമ്യത നോക്കിയതിന് ശേഷം രജ്ജു, വേദം ഇതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ഇവ തമ്മിൽ ചേർക്കാൻ പാടുള്ളൂ. ഞാൻ ഈ എല്ലാം പറയുന്നുണ്ട് എങ്കിൽ തന്നെയും ജ്യോത്സ്യനെ കണ്ട് വിശദമായിട്ട് ജാതകം പരിശോധിച്ച് ഒരു വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതകാലം മൊത്തം വേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളത് വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു ജ്യോത്സ്യനെ കാണിച്ചു, നമുക്കൊരു സംശയം തോന്നി. ഇപ്പം ജ്യോതിഷം എന്ന് പറയുന്നത് അത്യുത്തമമായിട്ടുള്ളതും വേദത്തിൻ്റെ കണ്ണായ അല്ലെങ്കിൽ വേദത്തിൻ്റെ ചക്ഷുസായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം എന്നും എക്കാലവും നിലനിൽക്കുന്നതും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ജ്യോതിഷികൾക്ക് ചിലപ്പോൾ തെറ്റുപറ്റാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. അതുകൊണ്ട് ഒരാളൊന്ന് നോക്കി എങ്കിൽ തന്നെയും സംശയാസ്പദമായിട്ട് തോന്നിയാൽ മറ്റൊരാളെ കൊണ്ടുകൂടെ ഉത്തമനായിട്ടുള്ള ഒരു ജ്യോതിഷനെ കൊണ്ടുവച്ചാൽ പൊരുത്ത ശോധന വളരെ ഗഹനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വെറുതെ ഓടിച്ചിട്ട് നോക്കാം. അതാണ് ഞാനിതിപ്പോൾ പറയാൻ തന്നെ കാര്യം. എല്ലാവരും വന്നിട്ട് ചോദിക്കും നക്ഷത്രങ്ങൾ തമ്മിലുള്ള ഒന്ന് നോക്കിയാൽ ചേരുമോ, എന്നിട്ട് വേണം പെണ്ണ് കാണാനായിട്ട് പോകാൻ. അത് തന്നെയല്ല, വിവാഹ നിശ്ചയം നടക്കുന്ന സമയത്ത് ഒരിക്കലും പൊരുത്തം നോക്കുന്നത് ശരിയല്ല. ആദ്യം പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും നക്ഷത്രങ്ങൾ തമ്മിൽ പൊരുത്തമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു വിവാഹത്തിന് ഇറങ്ങിത്തിരിക്കുന്നതും ആ വിവാഹ ബന്ധത്തിലുള്ള ചർച്ചാ വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നതും. അങ്ങനെയാണ് ഭരണി നക്ഷത്രത്തിന് വിശാഖ നക്ഷത്രവും മകേര നക്ഷത്രത്തിന് മൂലം നക്ഷത്രവും സാമാന്യേന നക്ഷത്ര പൊരുത്തം ഉത്തമമാണ്. അതുപോലെ തന്നെയാണ് തിരുവാതിര നക്ഷത്രത്തിന് സാമാന്യേന 5 അല്ലെങ്കിൽ 6 പൊരുത്തത്തിൽ കൂടുതൽ വരുന്നത് ഉത്രാട നക്ഷത്രമാണ്. ആ ഉത്രാട
നക്ഷത്രം ധനുക്കൂറിലും മകരക്കൂറിലും സഞ്ചരിക്കുന്നതായിട്ടുള്ള നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം. ഇവ തമ്മിൽ ചേർക്കുന്നതും സാമാന്യേന അത്യുത്തവുമായിട്ട് തോന്നുന്നു ഗ്രഹനിലയിലൂടെ പരിശോധിച്ച് കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ പൂയ നക്ഷത്രക്കാർക്ക്, പൂയ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് രേവതി നക്ഷത്രം സാമാന്യേന ഒരു 5 പൊരുത്തങ്ങളിൽ അല്ലെ 6 പൊരുത്തങ്ങളിൽ മേളിലുള്ളതായിട്ടുള്ള ഒരു വിഷയമാണ്. 7 പൊരുത്തം വരെ ഉണ്ടാകാവുന്നുള്ള സാധ്യത. ഈ പൊരുത്ത ശോധന 6, 7 ഉണ്ട് എങ്കിൽ തന്നെയും ഗ്രഹനില പരിശോധിക്കുമ്പോൾ പൊരുത്തത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടാകാം. അത് കൂടിയും കുറഞ്ഞ 60%, 70%, 80% കൂടിയും കുറഞ്ഞും ഒക്കെയാണ് ഇരിക്കാറ് പതിവുള്ളത്. അതുപോലെ ഉത്തര നക്ഷത്രത്തിന് രേവതി, ഉത്തര സ്ത്രീ നക്ഷത്രമാണെങ്കിൽ രേവതി നക്ഷത്രം പുരുഷ നക്ഷത്രമായിട്ട് വരുവാണെങ്കിൽ നക്ഷത്ര പൊരുത്ത ശോധന സാമാന്യേന ഉത്തമമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അനിഴം നക്ഷത്രത്തിന് പൂയ നക്ഷത്രം ഉത്തമമായിട്ട് കാണുന്നുണ്ട് സ്ത്രീ നക്ഷത്രവശാൽ. അതുപോലെ തിരുവോണം നക്ഷത്രത്തിന് അത്തം നക്ഷത്രം ഉത്തമമാണെന്നാണ് പറയപ്പെടുക. പക്ഷേ എങ്കിൽ തന്നെ അനുജന്മ നക്ഷത്രങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിത് പറഞ്ഞു എങ്കിൽ തന്നെയും ഒരു ജ്യോതിഷ പണ്ഡിതനെ കൊണ്ട് നോക്കിയതിന് ശേഷം ഉത്തമമാണെന്ന് ഉറപ്പിച്ചതിന് ശേഷമേ മുന്നോട്ട് പോകാവൂ. ഞാനൊരു പൊതുവായിട്ടുള്ള ഒരു ഫലം മാത്രമാണ് പറയുന്നത്. നമുക്ക് പൊതുവായിട്ട് പറയാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ അനിഴ നക്ഷത്രം കോടാനുകൂടിയ ആൾക്കാർക്കുള്ള നക്ഷത്രമാണ്. പൂയ നക്ഷത്രം കോടാനുകൂടിയ ആൾക്കാർക്കുള്ള നക്ഷത്രമാണ്. ജനന സമയം വെച്ച് നോക്കി അതിനെ ബലപ്പെടുത്തി അത് ഉത്തമമാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാവൂ. അതുപോലെ ഔട്ട നക്ഷത്രത്തിന് ചോദ്യ നക്ഷത്രം ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രമാണ്. ഇതൊക്കെ നമ്മൾ ഗ്രഹനില സഹിതം നോക്കി മുന്നോട്ട് പോയി ഉത്തമമായിട്ടുള്ള വധൂവരന്മാരെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉത്തമം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.